സമാധാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നൽകി സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണിയ സമയത്ത്, എന്റെ വിഷയതല്ല, ഞാൻ ചിലതിങ്ങനെ തൊട്ടു പോവുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എണ്ണുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ ചെറിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് എണ്ണുന്നതിൽ ഒരു ഹദീസിൽ തുടങ്ങുന്നത് ഇൽമു ഉയർത്തപ്പെടുക എന്നതാണ്. ഉടനെ സഹാബ കിറാം റളിയല്ലാഹു അൻഹു ചോദിച്ചു പ്രവാചകരോട്, നബിയെ, ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഒരു നൂറ്റാണ്ട് മുമ്പ്, 80 കൊല്ലം മുമ്പൊക്കെ നമ്മൾ കേട്ടത് ഖുർആൻ മുകളിലേക്ക് വെക്കുക എന്നതാണ് എന്നൊക്കെ അർത്ഥം വെച്ച ആളുകൾ ഉണ്ടായിരുന്നു. താഴെ പലകയിലിരിക്കുന്ന ഖുർആൻ മേലേക്ക് ഉയർത്തി ഖുർആനിന്റെ അക്ഷരങ്ങൾ ബോർഡിലേക്ക് എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് മരണപ്പെട്ടു പോയ മർഹൂം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജിയെ പോലെയുള്ളവരെ വേദനിപ്പിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മദ്രസയുടെ ആരംഭം കുറിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജി. ചോക്ക് ഉപയോഗിച്ച് ഖുർആൻ ബോർഡിൽ എഴുതി ഒരു മദ്രസയുടെ സിസ്റ്റം, സംവിധാനം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. ഞാൻ ഈ ഹദീസ് പറഞ്ഞപ്പോ സാന്ദർഭികമായിട്ട് ഓർത്തതാണ്. അള്ളാഹു അദ്ദേഹത്തിന് അതുപോലെ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പണ്ഡിതന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായ പേര് ഓർത്തു എന്ന് മാത്രം. ഇനി എന്താണ് ഈ ഇൽമു ഉയർത്തപ്പെടുക എന്നത്? നല്ല ഇൽമുള്ള മനുഷ്യരെ വേഗത്തിൽ വേഗത്തിൽ അള്ളാഹു തിരിച്ചു വിളിക്കുന്ന, വേഗത്തിൽ വേഗത്തിൽ അവരെ മരണം സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൽമ് ഉള്ള ആളുകൾ നാട്ടിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? എല്ലാ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ജാഹിലുകൾ കടന്നുവരും. അറിവില്ലാത്തവർ നേതൃത്വം വഹിക്കാൻ തുടങ്ങും. എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഉടനെ ഫത്വ കൊടുക്കാൻ റെഡിയാകും. സ്വയം പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വയസ്ബുതൽ ജഹൽ. രണ്ടാമത്തെ കാര്യമായി ആ ഹദീസിൽ പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ അടയാളമല്ല. ആ ഹദീസിൽ രണ്ടാമതായി പറഞ്ഞത് വയസ്ബുതൽ ജഹൽ, ഇൽമ നഷ്ടപ്പെടുക. പണ്ഡിതന്മാർ, നല്ല ദീനീബോധമുള്ളവർ, പടച്ചവനെ ഭയപ്പെടുന്നവർ, അള്ളാഹുവിനെ ഓർക്കുന്നവർ, പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും.
ഒരു കൂടി
മകനല്ലേ, നിങ്ങളെ മോളെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ചെറിയ കുട്ടിയാണ് മൗലവി, 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ആ കുട്ടി 7-ൽ പക്ഷേ ഇനി 8, 9, 10ലേക്ക് കിടക്കുക. ഇനി +1 +2 എത്തുമ്പോ മൂപ്പര് പറയാണ് ഇതൊക്കെ മാറ്റി. ഓള് മാറ്റൂല. അപ്പൊ മൂപ്പര് പറയാ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ഈ വാപ്പന്നെ ഓളെ മുമ്പെന്ന് പറയുള്ളൂ ചെറിയ കുട്ടിയാണ് എന്ന് വിചാരിച്ച് ആണിന്റെ വേഷം പെണ്ണിനും പെണ്ണിന്റെ വേഷം ആണിനും കൊടുക്കാനാകുമോ? പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ലേ. ഇത് നമ്മൾ ന്യായം പറയാ അത് ചെറിയ കുട്ടിയാണ്. സ്വർണ്ണിട്ട് കൊടുക്കുമ്പോ ന്യായം പറയാറുണ്ട്, അടുത്ത് കിടക്കണില്ല. ചെറിയ ആൺകുട്ടികൾക്ക് മോതിരവും അരയിൽ ഒരു സ്വർണത്തിന്റെ ആ ഒരു ചെറിയ ചെയിന് കെട്ടിക്കൊടുക്കുമ്പോ പറയും ചെറിയ കുട്ടിയാണ്. അള്ളാന്റെ റസൂലും അള്ളയും ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കുന്ന ഒരാളാണ് മുഅ്മിൻ, അത് വേണ്ട എന്ന് വെക്കുന്ന ഒരാളാണ് മുസ്ലിം. അവിടെ നിൽക്കാൻ കഴിയണം. അങ്ങനെ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ നമ്മള് നേരാവണ്ണം വളർത്തിക്കൊണ്ടുവരണം. ഇന്നത്തെ അവസ്ഥ വളരെ അപകടം പിടിച്ചതാണ്. അതിനൊരിക്കലും നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. നിങ്ങൾ യൂട്യൂബിൽ ഞാൻ പറയുന്ന ഒരു സംഭവം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. വിദേശത്ത് ഒരു ചെറുപ്പക്കാരൻ മൊബൈലിന് അഡിക്റ്റായി മാതാവ് അവന്റെ കയ്യിൽ നിന്ന് വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുന്ന, സൈറ്റിൽ കയറി വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ മകന്റെ കയ്യിൽ നിന്ന് മാതാവ് മൊബൈൽ അങ്ങ് പിടിച്ചു വാങ്ങി. ലൈസൻസ് ഉള്ള തോക്ക് അച്ഛൻ ഉപയോഗിക്കുന്ന വീടാണത്. മകൻ തമാശ പോലെ പറഞ്ഞു അമ്മയോട്, എന്താ പറഞ്ഞറിയോ, മൊബൈൽ കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ അച്ഛന്റെ തോക്കെടുക്കുമെന്ന്. അമ്മ പറഞ്ഞ എടുത്തു. എന്നിട്ട് അമ്മയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി വീണ്ടും പറഞ്ഞു മൊബൈൽ കൊണ്ടാണ്. കൊടുത്തില്ല, അങ്ങ് ആഞ്ഞു വലിച്ചു. അമ്മ മരിച്ചു വീണു. കട്ടിലിന്റെ ചുവട്ടിലേക്ക് അമ്മയുടെ രക്തമൊലിക്കുന്ന ബോഡി നീക്കി വെച്ചിട്ട്, എങ്ങനെ കട്ടിലിന്റെ ചുവട്ടിലേക്ക് അമ്മയുടെ രക്തമൊലിക്കുന്ന ബോഡി നീക്കി വെച്ചിട്ട് ഇവൻ കൂട്ടുകാരെ വിളിച്ചു. 3 ദിവസം ആ വീട്ടിൽ DJ പാർട്ടിയാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അത് അരങ്ങ് തകർത്ത് സർവ്വവിധ കോപ്രായങ്ങളും കാട്ടിക്കുട്ടലുകളും കളികളും നടന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ദുർഗന്ധമെത്തിയപ്പോ അവർ ഇടപെട്ടു, പോലീസിനെ ഏൽപ്പിച്ചു, വിളിച്ചു. പരിശോധനയിൽ അമ്മയുടെ 3 ദിവസം പഴക്കമുള്ള വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന അമ്മയുടെ മയ്യത്താണ് കട്ടിലിന് ചുവട്ടിൽ. കർട്ടനിങ് താഴോട്ട് വലിച്ചിട്ടിരിക്കുന്നു. കട്ടിലിന്റെ ചുവട്ടിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നത്, ഇത് കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു അത് പുറത്തല്ലേ, അത് വിദേശത്തല്ലേ. അല്ലേ? റമദാനിന്റെ തൊട്ട് മുമ്പ് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന, കുത്തിക്കൊല്ലുന്ന മകനെയാണ്. അതും സ്കൂൾ വിദ്യാഭ്യാസം പോലും മര്യാദക്ക് കഴിഞ്ഞിട്ടില്ലാത്ത, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കുട്ടി സ്വന്തം ഉമ്മയെ കൊന്നു തീർക്കുകയാണ്. 5 കുടുംബത്തിൽ 5 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നിട്ട്, നിങ്ങൾ ചിന്തിക്കണോ, ഏതെങ്കിലും ഒരു സമയത്ത് അവനിളകിയ എന്തോ ഒരു വിഭ്രാന്തിയിൽ ഉണ്ടായതല്ല. പിന്നെ ഉമ്മയെ അടിച്ച് ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ച് വല്യമ്മയുടെ അടുക്കലേക്ക് പോവുക. വല്യമ്മയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നിട്ട് വല്യമ്മയുടെ കഴുത്തിലെ മാലയെടുത്ത് പണയം വെച്ച്, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 74,000 രൂപ അവൻ ഈ പണയം വെച്ച് കിട്ടിയ പണം CDM-ൽ കൊണ്ടുപോയി അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൂട്ടുകാരന് കൊടുക്കാനുള്ള 40,000 രൂപ അവന്റെ മൊബൈൽ അക്കൗണ്ടിൽ നിന്ന് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് പ്രിയപ്പെട്ടവരെ തന്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത് എന്നിട്ട് പോവുക. പിന്നെ അനുജനെ കൊല്ലാൻ എത്ര സമയമുണ്ട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ഒരു സമയത്തിനുള്ളിലാണ്. അത് കഴിഞ്ഞ് പോവുക മൂത്താപ്പന്റെ വീട്ടിലേക്ക്. മൂത്താപ്പയെ ഒരു റൂമിൽ കയറി തല്ലിക്കൊല്ലുകയാണ്. അടുത്ത റൂമിൽ മൂത്തമ്മയെ അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തന്മാരെ പോലെ ഓടിയിട്ട് ഞാൻ എന്തു ചെയ്തു എന്ന് എനിക്കറിയില്ല. ആ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം വരെ ഒരു മാനസിക അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല എന്ന് അയൽവാസികളും കുടുംബങ്ങളും പറയുന്നു. അല്ലേ? എവിടേക്കാ നമ്മുടെ ഈ സമൂഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാ നമ്മുടെ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു പെങ്ങളെ സ്വന്തം മാങ്ങളെ മാത്രമുള്ള വീട്ടിൽ നിർത്തി പോവാൻ ധൈര്യമില്ലാത്ത ഒരു പുതിയ പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പെങ്ങൾ ആങ്ങളയെ കൊണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇവൻ കഞ്ചാവിലാണ്. ഇവന്റെ മുമ്പിൽ നിൽക്കുന്നത് ഉമ്മയാണ്, പെങ്ങളാണെന്ന് അറിയില്ല. ഒരു ഉമ്മ സോഷ്യൽ മീഡിയയിൽ മുഖം മറച്ച് പറയുന്നു, എന്റെ ഭർത്താവ് മരിച്ചു, ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എന്റെ ഭർത്താവ് മരിച്ചു, ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ഇവനെ പഠിപ്പിക്കണം, പ്രതീക്ഷകൾ ഏറെ വെച്ചു. പക്ഷേ ഇപ്പോൾ അവന് 10-20 വയസ്സായി.
ഇവന്റെ കൂടെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുകയില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഒരു ഉമ്മയോട് ചെയ്യേണ്ടതല്ല അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു ഉമ്മയോട് ചെയ്യേണ്ടതല്ല ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉമ്മ വേറെ വീട്ടിൽ പോയി കിടക്കുക. ഈ വീട്ടിൽ ആരല്ലത്? സ്വന്തം മോന് മാത്രം. ആ മോന്റെ അടുത്ത് ഉമ്മക്ക് നിൽക്കാൻ ധൈര്യമില്ല. ഉമ്മക്ക് മോന്റെ അടുത്ത് നിൽക്കാൻ ധൈര്യമില്ല. കാരണം അവൻ സ്വബോധത്തിലല്ല വീട്ടിലേക്ക് വരുന്നത്. അവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും MDMA-ക്കും ഒക്കെ അഡിക്റ്റാണ്. അതുകൊണ്ട് മുന്നിൽ കിടക്കുന്നത് ഉമ്മയാണ്. എന്റെ റൂമിലുള്ളത്, എന്റെ വീട്ടിലുള്ളത് എന്റെ ഉമ്മയാണ് എന്നവൻ അറിയുന്നില്ല. ഒരു പഞ്ചസാരയുടെ തരി വലിപ്പത്തിലുള്ള MDMA-യെ രണ്ടാക്കി മുറിച്ചാൽ അതിന്റെ പകുതി, ഒരു പഞ്ചസാര തരിയുടെ പകുതി എത്ര വലിപ്പമുണ്ടാവും? അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു വേദി പങ്കിട്ടപ്പോ അദ്ദേഹം ഉദ്ഘാടന സംസാരത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ക്വസ്റ്റ്യൻ ചെയ്തപ്പോ 20 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ പറയാണ്, എങ്ങനെയാണ് നീ ദീനീ ബോധമുള്ള ആ വീട്ടിലെ ഒരു കുട്ടിയെ കൊണ്ടുപോയത് രാത്രി 12 മണിക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം ഇവൻ പറഞ്ഞു കൊടുത്തത്, പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള MDMA ഞാൻ ഒരു ജ്യൂസ് കടയിൽ കയറിയപ്പോ ഞങ്ങൾ രണ്ടുപേരും ജ്യൂസ് കടയിൽ കയറി, ഞാൻ എന്റെ കയ്യിൽ ഒളിപ്പിച്ചു. ഇനി മാജിക് ഒന്നും പഠിക്കണ്ട, ഒരു പഞ്ചസാരയുടെ തരി രണ്ടായി മുറിച്ച് അതിന്റെ ഒരു തരി എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കാനേ വല്ല മാജിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജ്യൂസ് ഓർഡർ ചെയ്തു. വർത്തമാനത്തിനിടയിൽ പെൺകുട്ടി കുടിക്കുന്ന ജ്യൂസിലേക്ക് ഈ പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള MDMA-യുടെ തരി ഇട്ടു. അവൾ രാത്രി 11 മണിക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചു, ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല, എന്തൊരു അത്ഭുതാണിത്, എനിക്ക് ഉറക്കേ വരുന്നില്ല, എനിക്ക് നിന്നെ എപ്പോ കാണണം. സംസാരിച്ചു, ചാറ്റിംഗ് നടത്തി. 12 മണി കഴിഞ്ഞു, നീ വാ എന്റെ വീട്ടിലേക്ക്, ഞാൻ അടുക്കള വാതിൽ തുറന്ന് പുറത്തു വരാം. അങ്ങനെ കൊണ്ടുപോയി. അറിയോ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജിൽ അവർ ജ്യൂസ് കുടിക്കാൻ കയറുന്ന കടയിൽ, ചായ കുടിക്കാൻ കയറുന്ന ഷോപ്പിൽ കൂട്ടുകാരോടുമൊത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ ഇടകലർന്നിരുന്ന് ഇവർ ചെയ്യുന്ന ഈ കോപ്രായങ്ങൾ കാണുമ്പോ ഇതൊക്കെ ഒന്ന് എതിർത്ത് പറഞ്ഞാൽ നമ്മളൊന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല. ഒരു ബെഞ്ചിലിരുന്ന് ഒരു ആണും പെണ്ണും ഒരുമിച്ച് ചായ കുടിച്ചാൽ, ഒരുമിച്ച് കോളേജിൽ അങ്ങ് ആണും പെണ്ണും അങ്ങ് ഇടകലർന്നിരുന്നാൽ, ഒരു ജ്യൂസ് കടയിൽ കയറി ഒരു ആണും പെണ്ണും ഒപ്പം ഇരുന്ന് ജ്യൂസ് കുടിച്ചാൽ അതിനൊക്കെ എതിർക്കുന്നവർ നിങ്ങളൊന്നും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല, നിങ്ങളെ കാറാ നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് കളിയാക്കുന്നവർ അവരറിയണം. ഈ കുട്ടിയുടെ ജ്യൂസിലേക്ക് ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള ഒരു MDMA-യുടെ തരിയാണ് കൊടുത്തത്. ആ കുട്ടി അവന്റെ കൂടെ യാത്രയായി. കാരണം അത്ര. എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്, ആ ചെറിയ തരി ഉണ്ടല്ലോ 500 ചായ ഒരുമിച്ച് കുടിച്ചതിന് തുല്യമായിരിക്കും. ഒരു പഞ്ചസാരയുടെ തരി രണ്ടാക്കി മുറിച്ചാൽ അത്ര വലുപ്പമുള്ള MDMA ഉള്ളിൽ ചെന്നാൽ 500 ചായ ഒരുമിച്ച് കുടിച്ചതിന് തുല്യമാകും. അത്ര വലിയ തിക്തഫലം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന് തോട്ടം വേണോ? കൃഷി ചെയ്യണോ? വേണ്ട. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കടയുടെ ഒരു കോർണർ കിട്ടിയാൽ, വീടിന്റെ കോടിപ്പടിയുടെ ഒരു ചെറിയ ഭാഗം കിട്ടിയാൽ, ഒരു ചട്ടിയും സ്റ്റവും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റിയ കെമിക്കൽ ആവശ്യമായ സാധനങ്ങളൊക്കെ വിപണിയിൽ കിട്ടും. ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, അല്ലേ? ആരെ വിശ്വസിക്കും നമ്മള്? ആരെ വിശ്വസിക്കും? എടക്കരയിൽ എന്റെ നാട്ടില് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഇന്ന് അവിടെ മീറ്റിംഗ് നടക്കുക, പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മീറ്റിംഗാ, നിങ്ങൾ വരണല്ലോ. ഞാൻ പറഞ്ഞു യാത്രയിലാണ്, എത്താൻ സാധ്യതയില്ല. എന്നാ ഒരാളെ വിടണം അങ്ങോട്ട്. എന്താ പ്രശ്നം? നമുക്ക് ഈ പഞ്ചായത്തിൽ ഒരുമിച്ചു നിന്ന് ലഹരിക്കെതിരെ ഒരു തീരുമാനം എടുക്കണം. ലഹരിക്കെതിരെ തീരുമാനം എടുക്കണം. എല്ലാ കോൺഗ്രസും CPM-ഉം എല്ലാ മനുഷ്യരും ഈ സമയത്ത് ഇങ്ങനെ ഉണർന്നിട്ട് പറയാ, അല്ലേ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ചേർന്നൊരു യോഗത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ, സ്റ്റേറ്റ് ഭരിക്കുന്നവർ, അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോയ കുട്ടികൾക്ക് വേണ്ട ക്ലാസ് കൊടുക്കാൻ പറയുന്നവർ, ഇതിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് കൊടുക്കുന്നവരുണ്ട്, ലീഗിനും കോൺഗ്രസിനും CPM-നും വോട്ട് കൊടുക്കുന്നവരുണ്ട്. നിൽക്കട്ടെ, ഞാൻ പറയുന്ന വാചകം, ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും? എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും? എത്ര ആളുണ്ടാവും? പറയ്, എത്ര ആളുണ്ടാവും? 20-30 ആളുണ്ടാവും, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അവര് തീരുമാനിച്ചാൽ ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിക്കുള്ളിലെ ആയിരക്കണക്കിന് വീടുകളിലെ ഈ വൃത്തികേട് നീക്കം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഒരുമിച്ചു നിൽക്കണം. ഇത് ഏതെങ്കിലും ഒരു തന്നെ ഈ MDMA കച്ചവടക്കാരനെ കിട്ടിയ ഓൻ പാർട്ടി ഏതാ, ഓനെ ജാമ്യത്തിൽ ഇറക്കാൻ ആളെത്തി, ഓന്റെ പാർട്ടി ഏതാ എന്ന് നോക്കി ജാമ്യത്തിൽ ഇറക്കാൻ ആളെത്തി. നാടെങ്ങനെ നന്നാവും? എങ്ങനെ നന്നാവും ഈ നാട്? ഒരുമിച്ചു നിൽക്കണം. നമ്മുടെ മക്കളുടെ
നമ്മുടെ കുട്ടികളുടെ കുരുന്ന മക്കളുടെ വളർന്നു വരുന്ന കുരുന്ന മക്കളുടെ തലച്ചോറ് തന്നെ അടിച്ചു മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന ഈ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരെ 60 വയസ്സും 50 വയസ്സും 40 വയസ്സും തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഹൈസ്കൂളിൽ UP സ്കൂളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നവർ തന്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ളവർക്കാണ് ഈ ലഹരി കൈമാറാൻ പോകുന്നത്. അവരെ കിട്ടുമ്പോ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ പാർട്ടി നോക്കി, ഗ്രൂപ്പ് നോക്കി, മതം നോക്കി, ജാതി നോക്കി പോലീസ് സ്റ്റേഷനിലേക്ക് നികുതി ചീട്ടുമായി, കോടതിയിലേക്ക് നികുതി ചീട്ടുമായി പോകുന്നവർ ഈ നാട്ടിൽ എന്ന് അവസാനിക്കുന്നുവോ അന്ന് ഈ നാട് നന്നാവും. അന്ന ഈ നാട് നന്നാവുക. ഇത് ഭയങ്കര വീമ്പ് വർത്താനം പറയും എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാരും പറയും. എന്നിട്ട് ഓന്റെ പാർട്ടിയിൽപ്പെട്ടവനെ കിട്ടിയ ഇറക്കിക്കൊണ്ടുവരാൻ ആളുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിന്റെ തലക്കടിച്ച് കൊല്ലുമ്പോ അവരും പറയുന്നു ഞങ്ങളെ ഇറക്കാൻ ആളുണ്ട്. ആരാണ് ഈ ഇറക്കാനുള്ള ആള്? ആരാണ് ഈ ഇറക്കാനുള്ള ആള്? ഇത് മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവൂല. നമുക്ക് ഹദീസ് പറയാം, ഖുർആന് പറയാം, നമ്മുടെ കുട്ടികളോട് പരിഹാരം പറയാം. നമ്മൾ പറയില്ല ഡ്രൈവിംഗിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് വരുന്നവൻ നിയന്ത്രണം തെറ്റിയാൽ പോലെ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കി സഞ്ചരിച്ചാൽ തന്നെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നവരോട് എന്തു പറയുമെന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആശങ്കയായി പേടിച്ച് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, സമയമില്ല ഞാൻ വിശദീകരിക്കണില്ല, അല്ലാഹ് ശപിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സഖിയഹാ വബാഇയഹാ. എന്താ അങ്ങനെ തുടർന്ന് പറയാ? വിൽക്കുന്നവനെ, കുടിക്കുന്നവനെ, കുടിപ്പിക്കുന്നവനെ, വഹിപ്പിക്കുന്നവനെ, ഹമിലഹ കൊണ്ടുപോകുന്നവനെ, എല്ലാവരെയും ശപിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലയിൽ നിൽക്കുന്നവരെയും അല്ലാഹു തആല ശപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കല്ലിടും ആത്മാർത്ഥമായി ഓരോ വീടും കയറി സർവേ നടത്ത്. 1000 വീട്ടിൽ കയറുമ്പോ ഒരു 300 400 ആള് ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് എന്ന കണ്ടെത്തൽ നമുക്ക് കിട്ടും. ഞെട്ടിക്കുന്ന വാർത്ത നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ് എല്ലാരും മോശമായി, എല്ലാരും മോശമായി. ജാഗ്രത പാലിക്കണം, ജാഗ്രത പാലിക്കണം. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ റോഡിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഒരുമിച്ചു നിൽക്കണം നമ്മൾ എല്ലാവരും. എന്നിട്ട് ഈ നാടിനെ രക്ഷപ്പെടുത്താൻ പറ്റണം. ഇല്ലെങ്കിൽ ഒരു 5 വർഷം 10 വർഷം പിന്നിടുമ്പോ നമ്മുടെ മക്കൾക്ക് ഇല്ല സുഹൃത്തുക്കളെ, മര്യാദക്ക് സ്കൂളിലേക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ വരും. മര്യാദക്ക് നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അധ്യാപകരെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു, കുട്ടികളെ വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു. ടീച്ചർ വിദ്യാർത്ഥികളെ ഭയപ്പെടുന്നു, അല്ലേ? വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ അധ്യാപകരെ ഭയപ്പെടുന്നു. അവിടെ ദീനീ ബോധമുള്ളവരും സംസ്കാരമുള്ളവരും നല്ല കൾച്ചർ സൂക്ഷിക്കുന്നവരും നല്ല സഖാഫത്ത് കാത്തു സൂക്ഷിക്കുന്നവരും നല്ല മാനേഴ്സ് കാത്തു സൂക്ഷിക്കുന്നവരുമായ അധ്യാപകർക്ക് പോലും ഈ കാട്ടിക്കുട്ടലുകൾ കൊണ്ട് നെഗറ്റീവായ മാർക്കിടാൻ സമൂഹം തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ കോളേജിൽ നിന്ന് പുറത്തു നിർത്തുന്നു വരാന്തയിൽ. ചോദിച്ചപ്പോ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് കള്ളു കുടിച്ചിട്ടാ, ക്ലാസ്സിൽ നിന്ന് കള്ളു കുടിച്ചിട്ടാ. ആര്? പെൺകുട്ടികളെ ക്ലാസ്സിന് പുറത്തിരുത്തുക, വരാന്തയിൽ ഇരുത്തിയിരിക്കുക, കസേരട്ടി ഇരുത്തിയിരിക്കുക, നിൽക്കാൻ വയ്യ, ഇരുത്തിയിരിക്കുക. എന്തിനാ ഇവര് രക്ഷിതാക്കൾ വന്നിട്ട് ചോദിക്കുക എന്തിനാ പുറത്താക്കിയത്? ക്ലാസ്സിലിരുന്ന് കള്ളു കുടിച്ചിട്ടാ, മദ്യപിച്ചിട്ടാ. എവിടേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെന്തിനാ ഇഫ്താറിന്റെ ഈ മനോഹരമായ ഈ വേളയിൽ ഞാൻ ഇത്ര ഗൗരവത്തോടുകൂടി ഈ കാര്യം പറഞ്ഞത്? ബാക്കി സമയം മുനവർ സ്വലാഹി നിങ്ങളോട് സംസാരിക്കും. എന്തിനാ ഞാൻ ഇത് ഗൗരവത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണം, നമുക്ക് ഈ ലോകം വലുതല്ല, ഇത് ചെറുതാണ്, ഇത് നൈമിഷികമാണ്, ഇത് നശ്വരമാണ്. ശാശ്വതമായ ലോകം വരാനുള്ളതാണ്. പരലോകമാണ് നമുക്ക് വലുത്. നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി നമുക്ക് കിട്ടണം, നമുക്ക് ചേർത്തു നിർത്തണം. അതിന് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ഓരോ റമദാനിന്റെ രാത്രിയും പകലും, ഞാൻ ഒരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുക. റമദാനിന്റെ ഒരു രാത്രി, റമദാനിലെ ഒരു പകൽ അള്ളാഹു നമുക്കൊരു ചാൻസ് നൽകിയിട്ടുണ്ട്. അതിനർത്ഥം റമദാനിന്റെ ഒരു രാത്രി റമദാൻ. സഹാബത്ത് ചോദിച്ചു നബി ഇത് എപ്പോഴാണ്? റമദാൻ, ഇത് റമദാനിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അർത്ഥം എന്താണ്? എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു റമദാനിലെ ഓരോ രാത്രിയും റമദാനിലെ ഓരോ പകലും അല്ലാഹു തആല നമ്മുടെ ഒരു പ്രാർത്ഥനക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹു വാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ
കാര്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, പറയണം. ഒന്നിനെ സെലക്ട് ചെയ്യുക. എന്റെ മോന്റെ വിഷയം റമദാനിൽ 5-ന്റെ പകല് 6-ന്റെ പകലിൽ എന്റെ മോളുടെ കാര്യം പടച്ചവനിലേക്ക് വെക്കുക. രാത്രി മോന്റെ കാര്യം അള്ളാഹുലേക്ക് വെക്കുക. അടുത്ത രാത്രി നമ്മുടെ വിഷയം അതിന്റെ തലേ രാത്രി നമ്മൾ വെച്ചിട്ടുണ്ടാകും. നമുക്കതിൽ സ്വാർത്ഥത വേണം. എന്റെ കാര്യം റബ്ബിനോട് ആദ്യം പറയുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബിന്റെ മുമ്പിലേക്ക് ഓരോരോ വിഷയങ്ങൾ നമ്മൾ വെച്ച് അള്ളാഹുവിന്റെ ഈ അപാരമായ അനുഗ്രഹമാകുന്ന റമദാനിന്റെ ദിനരാത്രികൾ മുന്നോട്ട് പോകുമ്പോ 30ഓളം വിഷയങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഉത്തരം ചോദിച്ചു വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞ ആ ഉത്തരം ചോദിച്ചു വാങ്ങാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇതായി നിറഞ്ഞ സദസ്സിലെത്തി. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ ഇവിടെ മുനവ്വർ സ്വലാഹി വിശദീകരിക്കും. പരലോകം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. ഞാൻ ആകെ ചെറിയ സമയം കൊണ്ട്, 1.5 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഇത് മാത്രമാണ്. നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഈ ലോകത്ത് നമ്മൾ ഇനിയും അമാന്തിച്ചു നിന്നാൽ, ഇനിയും മടിച്ചു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, പരലോകം നമുക്ക് നഷ്ടപ്പെടും, ഈ ലോകവും നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ സർവ്വ ഇസ്സത്തും തകർന്നു പോകും, സർവ്വ അഭിമാനവും നഷ്ടപ്പെടും. നമ്മുടെ മക്കളെ കുറിച്ച് അരുതാത്തത് കേൾക്കേണ്ടി വരും. നമ്മുടെ കുടുംബിനിയെ കുറിച്ച് അരുതാത്തത് കേൾക്കേണ്ടി വരും. മകന്റെ ചെയ്തികൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാനാവാത്ത വിധത്തിൽ തല കുനിച്ചു നിൽക്കേണ്ടി വരും. അതിന് അവസരങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന ചിന്തയിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബ് തന്ന നിഅമത്താണ് ഈ ദീന്. റബ്ബ് തന്ന നിഅമത്താണ് നമ്മുടെ സ്വത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ അഭിമാനം, നമ്മുടെ ദീനി ചിട്ടയോടുകൂടിയുള്ള ജീവിതം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. പടച്ചവനെ, നീ തന്ന ഈ അനുഗ്രഹങ്ങളെ നീ നീക്കം ചെയ്ത് കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്ന റബ്ബേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. നിരന്തരമായി പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ ആശങ്കയോടുകൂടി പ്രയാസത്തോടുകൂടിയാണ് ഞങ്ങളത് കേൾക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കുമൊക്കെ നിന്റെ ദീനിൽ ഇസ്തിഖാമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്. ആ രോഗികൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല. അല്ലാഹുവേ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നിലമ്പൂരിലെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ തർബിയ സംഗമം അല്ലെ 9-ാം തീയതിയാണ്. 9-ാം തീയതി അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഫ്താർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വല്ലാത്ത മഹനീയമായ ക്യാമ്പാണ്. സാദിഖ് മദീനിയെ പോലെയുള്ള ആളുകൾ സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ. അതുകൊണ്ട് അതിന്റെ രജിസ്ട്രേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെ പിറകിലാണെന്നാണ്. അതുകൊണ്ട് അതിലൊന്ന് ഇടപെട്ട് നിങ്ങളെല്ലാവരും ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും ഇടപെട്ട് അതിന്റെ രജിസ്ട്രേഷൻ ഒന്ന് ഭംഗിയാക്കി ആ ഒരു ദിവസം പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഇഫ്താറോടുകൂടി അവസാനിക്കുന്ന വ്യത്യസ്തമായ പഠന സെഷനിലൂടെ കടന്നു പോകുന്ന ആ തർബിയ സംഗമത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം കൂടി നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ എടവണ്ണയുടെ സ്വപ്നതുല്യമായ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ കാണുന്ന സ്വപ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിസ്സീമമായി സഹകരിച്ചിട്ടുണ്ടാവാം. അങ്ങോട്ട് ചോദിക്കുക, എന്തായി നമ്മുടെ പണികൾ, എവിടെ എത്തി നമ്മുടെ പണികൾ, ഇനി എത്ര വേണം, ഞങ്ങളൊക്കെ കുറച്ച് തന്നാൽ ഇനി ഉപകാരപ്പെടുമോ? ചോദിച്ചറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ മഹത്തരമായ പുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് സംഘാടകരനോട് പറയാൻ ആവശ്യപ്പെട്ടതല്ല. ഞാൻ ഇവിടെ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ട് അവിടുത്തെ മനോഹരമായി ഉയരുന്ന ആ കെട്ടിടത്തെ കണ്ട് ആ സൗകര്യത്തെ കണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു അത് എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങോട്ട് ചോദിച്ചിടപെടണമെന്ന് കൂടി നിങ്ങളുടെ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന